പത്തനംതിട്ടയിൽ ബൈക്കിൽ കറങ്ങി നടന്ന് മാല പൊട്ടിക്കുന്ന സംഘം പിടിയിൽ. തണ്ണിത്തോട് സ്വദേശി വിമൽ സുരേഷ്, വടശ്ശേരിക്കര സ്വദേശി സൂരജ് എം നായർ എന്നിവരാണ് പിടിയിലായത്. പ്രതികളുടെ കയ്യിൽ നിന്നും പോലീസ് ലഹരി വസ്തുക്കളും പിടികൂടി. ശ്രീരാജ് ബാബു ഉണ്ട് വിവരങ്ങളുമായി. ശ്രീരാജ്, എന്താണ് ഈ പ്രതികളുടെ പശ്ചാത്തലം? ഇവർ സ്ഥിരം കുറ്റവാളികളാണോ? ഇവർക്ക് എതിരെ മുൻപും കേസുകൾ എടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ. ശ്യാമിലി, സ്ഥിരം കുറ്റവാളികൾ തന്നെയാണ് ഇവർ. മാല പൊട്ടിക്കുന്നതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഇവർ നേരത്തെയും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. നിലവിൽ ഫെബ്രുവരി 20 കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇരുവരും പിടിയിലായിട്ടുള്ളത്. സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു ഫെബ്രുവരി 20 രജിസ്റ്റർ ചെയ്ത കേസ്. ഇരുവരും സ്കൂട്ടറിൽ കറങ്ങി നടന്നാണ് യാത്ര ചെയ്യുന്നത്. പട്ടാപ്പകലാണ് ഇത്തരത്തിൽ ഇവരുടെ ഈ കുറ്റകൃത്യം നടത്തുന്നത്. ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളെ ഇരുവരും ബൈക്കിലെത്തി ഭീതി സൃഷ്ടിച്ച് മാല പൊട്ടിക്കുന്നതാണ് ഇവിടെ രീതി. എപ്പോഴും ബൈക്കിന്റെ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചിട്ട് ഇവർ ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്തുന്നത്. ഇവർ ലഹരിക്കടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ പോലീസ് പിടികൂടുന്ന ഘട്ടത്തിൽ ഇവരുടെ ശരീരത്തിൽ നിന്നും ലഹരി വസ്തുക്കൾ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. ഇവരെ ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. നിലവിൽ എന്തായാലും പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നിലവിൽ ഇരുവരും പിടിയിലായിട്ടുള്ളത്. ഇരുവരെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. എന്തായാലും നിലവിൽ ഇരുവരും പോലീസിന്റെ പിടിയിലായി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. ശ്യാമിലി. ശരി, ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്.